സമയം ഇപ്പോൾ ഒരു 6 മണിയായി. ഇവിടെ ചെക്ക് പോസ്റ്റിലൊക്കെയുള്ള വണ്ടികളൊക്കെ ഇപ്പോൾ പോയി. കുറച്ചും കൂടെ വെച്ചു. മതി. അതെയാവോ? അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് വൈക്കടവ് പോകുന്ന റൂട്ടിലാണുള്ളത്. നിലമ്പൂരൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഗൂഡല്ലൂർ ഭാഗത്തേക്കാണ്. ഗൂഡല്ലൂരിൽ നിന്ന് നേരെ പിന്നെ നമ്മൾ മുതുമല ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ ഒരു ഒഴിഞ്ഞൊരു പ്രദേശം കേട്ടോ, നല്ല രസമുണ്ട് കാണാനൊക്കെ. നല്ലൊരു ഒഴിഞ്ഞ സ്ഥലം. ഇവിടെ പിന്നെ ഈ ഡ്രൈവിങ്ങിൻ്റെ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അത് തന്നെ വെള്ളം തളിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല കട്ടൻ ചായ. അപ്പം നമുക്ക് ഇനി ഏതായാലും ചായ കുടിക്കാം. നമ്മൾ ഇന്നത്തെ നമ്മളെ പ്ലാനിങ് എന്താ വെച്ചാൽ മുതുമല ടൈഗർ റിസർവിൻ്റെ അവിടെ പോയിട്ട് അവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ വണ്ടിയിൽ തന്നെ കിടക്കാനുള്ളൊരു പ്ലാനിങ് ആണ്. വണ്ടിയിൽ നമ്മൾ കിടക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ രാവിലെ വരെ അവിടെ നിന്നിട്ട് ചെക്ക് പോസ്റ്റ് തുറക്കുമ്പോൾ നമ്മൾ ഫോറസ്റ്റ് കയറിയിട്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ നമ്മളൊരു സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് നാളേക്ക്. അപ്പോൾ അവിടെ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിൽക്കാനൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ആ ഫോറസ്റ്റിൽ നിൽക്കുന്ന ആ വീഡിയോ ഒക്കെ നമ്മളൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതിപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നാടുകാണി ചുരമൊക്കെ കയറി നമ്മൾ ഈ ഒരു ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിൽ എത്തുന്ന വരെയുള്ള കാഴ്ചകളായിരിക്കും ഈ വീഡിയോയിൽ. അപ്പോൾ ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏതായാലും ചായ കുടിക്കാം. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ ഗൂഡല്ലൂർ ഭാഗത്തേക്ക് പോവാണ്. എടാങ്ങളാ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാടുകാണി ചുരം കയറി പോവാം. സമയം ഇപ്പോൾ ഏകദേശം 6:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് നല്ലൊരു നേക്കുണ്ടിട്ടാ. ഇന്നിപ്പോൾ വല്ലാതെ മഴയൊന്നും ഇല്ലേനി. രാവിലെ കുറച്ച് മഴ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒക്കെ ഉണ്ടേനി. പക്ഷേ അല്ലേ നമുക്ക് രാവിലെ ഉണ്ടേനി അല്ലേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിച്ചു ഇവിടെ നല്ല മഴ കടന്ന് വിചാരിച്ചു. പക്ഷെ മഴ ചെയ്യാം കുറവാണ്. ഇനി എന്താ അവസ്ഥ അറിയില്ല. അപ്പോൾ നമ്മളെ ഏകദേശം നാടുകാണി ചുരം കയറാനായി. അവിടെ ഇനിയിപ്പോൾ ആനനെ കാണുമെന്നൊന്നും അറിയില്ല കേട്ടോ. ആന ഉണ്ടാവാറുണ്ട് ഈ ഒരു മഴ പെയ്യണ സീസണിലൊക്കെ. പോയൊക്കെ ഏതായാലും ഇതിലും കാഴ്ചയാണ്. ഇതൊക്കെ പിടിച്ചെത്തും കാഴ്ചകളൊക്കെ. പോയിട്ടുണ്ടോ? ആനുണ്ടാവും ചിലപ്പോ. നോക്ക പോയി നോക്കാം. വന്ന് ആനെ കണ്ടീന് എപ്പോഴേലും ഓർമ്മയ്യ. കുറച്ച് അത് തീരെ നമുക്കൊന്ന് നിർത്തിയാട്ടോ. അവിടെ ആൾക്കാരുണ്ടാവും. ഇതെടുത്തോ നല്ല വീഡിയോ. ഇത് മുന്നിൽ കിട്ടും.
കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളെ ബാക്കിലൊക്കെ കണ്ടില്ല ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയിട്ട് ഹോളിഡേ അല്ലേ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്ന ആൾക്കാരാണ്. ഇവിടെ ഇപ്പോൾ ആദ്യത്തൊന്നും മാർക്കല്ല കേട്ടോ, ആദ്യമൊക്കെ ഒന്നും ഇങ്ങനെ ഒന്നും ആൾക്കാരൊന്നും കാണാറില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂട്ടായിട്ട് നല്ല ആൾക്കാർ വരുന്നുണ്ട് ഈ ഏരിയയിലൊക്കെ, ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെ ബാക്കത്തെ കാഴ്ചയാണിത്. ഇവിടെ നല്ല ഓംലെറ്റ് ഉണ്ടാക്കിയേ. അപ്പോൾ അടിപൊളി ഏരിയ കേട്ടോ ഇവിടെ. നല്ല ഇന്നിപ്പോൾ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട്. നമ്മളെ നാട് കാണി ചുരം കുറേയൊക്കെ കഴിഞ്ഞേക്കണ്. കുറച്ചുകൂടി ഉണ്ടാവില്ലേ? കുറച്ചും കൂടി ഉണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇനിയുണ്ട്, കുറച്ചുണ്ട്. അതായത് തമിഴ്നാടിൻ്റെ ഒക്കെ. ആനണ്ടാണ്ട് ചിലപ്പോ ഒക്കെ കാടാണ്. കണ്ടറിഞ്ഞൂടെ? അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മുതുമല ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഏതായാലും ഇവിടെ നിന്നാണ്ട് പോണി ചെയ്യുക ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ. ഇനിയിപ്പോൾ നാളെ രാവിലെ വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ട് ഇവിടെ നമ്മൾ കെടുക്കും. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ വണ്ടിയിൽ തന്നെ വെച്ചിട്ട് തന്നെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ് ആണ്. നമ്മൾ കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ച് പാർസൽ എടുത്തിന്. അപ്പോൾ ആ ഫുഡും കഴിച്ചിട്ട് നമ്മളിവിടെ കെടുക്കും. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് കഴിഞ്ഞാലൊക്കെ വണ്ടികൾ മൊത്തം വരും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇവിടെ കെടുക്കാനൊക്കെ പറ്റും. ഇപ്പോൾ നമ്മൾ പാർസൽ കൊടുന്ന ബിരിയാണി നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ തിന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ കിടക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 10 മണിൻ്റെ ശേഷം ഒരു 11 മണി അതിൻ്റെ ശേഷമൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ട് നിൽക്കും. ഇപ്പോൾ സമയം ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി ഇവിടെ കിടക്കാം. പിന്നെ നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ സ്റ്റൗവൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് നേരെ നമ്മൾ ബന്ദിപ്പൂർ ഭാഗത്തേക്ക് പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ കിടന്ന് ഇപ്പോൾ രാവിലെ ആയി. സമയം ഇപ്പോൾ ഒരു 6 മണിയായി. ഇവിടെ ചെക്ക് പോസ്റ്റിലൊക്കെയുള്ള വണ്ടികളൊക്കെ ഇപ്പോൾ പോയി, ചെക്ക് പോസ്റ്റ് തുറന്ന്. അപ്പോൾ നമുക്ക് പുറത്തത്തെ കാഴ്ച ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു നേരത്തുള്ള ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ അടിപൊളി കാഴ്ചകളാട്ടോ. ഈ ഒരു നേരം വെളുത്ത് വരുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഏതായാലും ഈ നേരത്തൊക്കെ ഫോറസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളെ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം രാവിലെ ഒരു 6:30 മണി ആവണേ ഉള്ളൂ, 6:30 6:15 ആയിട്ടുള്ളൂ. ഇന്നലെ ഈ ഒരു കാണുന്ന ഏരിയയിൽ ഒരു 2-3 മാനൊക്കെ വന്നീനി. ഇവിടെ ഇപ്പം ഇങ്ങനെ തിന്നുകൊണ്ട് നിന്നീനി, പുല്ലുന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കീനി. അപ്പോൾ ഇവിടെ പിന്നെ റൂമൊക്കെ ഉണ്ട് കേട്ടോ, കുറഞ്ഞാലൊക്കെ റൂം കിട്ടും. നമ്മളോട് ഇന്നലെ 200 രൂപക്കൊക്കെ റൂം ചോദിച്ചിന്, റൂം വേണമെന്നൊക്കെ ചോദിച്ചിന്. അപ്പോൾ
അത്രയും കുറഞ്ഞിട്ട് എന്താ കൊടുക്കണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഒഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പിന്നെ വണ്ടിയൊക്കെ എടുക്കണോണ്ട് നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ റൂമൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് രാവിലത്തെ. ഇനിയിപ്പോൾ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ചായയും ഓംലെറ്റും പഴമൊക്കെയാണ് രാവിലത്തെ ഭക്ഷണം. അപ്പോൾ നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഗ്യാസൊക്കെ വെച്ചിട്ട് ഒരു ഒഴിഞ്ഞൊരു സ്ഥലത്ത് വണ്ടിയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കടയാണ് സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ. അത് കുറച്ചുണ്ടോ ഇപ്പം വേറെന്താ ഇതില്ലേ ഓവറാണ്. അത് വീഡിയോ തന്നെ ഇപ്പം തന്നെ അവിടെ നോക്കാം. അല്ല നമ്മൾ ഈ ഓംലെറ്റ് ഉണ്ടാക്കി കണ്ടത് അവിടെ നോക്കാം. അപ്പോൾ നമ്മളെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് കുടിക്കാം. രാവിലെ നൈസായിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മൂടിയെത്താ ഞാൻ കാട്ടിൽ നിന്ന് എടുക്കാൻ പോകും. കാട്ടിൽ നിന്ന്